എയർ ഇന്ത്യയ്ക്ക് നിരവധി പോരായ്മകളുണ്ടെന്നും ഒരാൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇതെന്നും പ്രവാസികാര്യ മന്ത്രി വയലാർ രവി. സോഷ്യൽ മീഡിയ സൈറ്റുകളിലെ തനിക്കെതിരായ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വയലാർ രവി ദുബായിൽ ജീവൻ ന്യൂസിനോട് പറഞ്ഞു. സമയം വൈകുന്നേരം 7:30. കേന്ദ്രമന്ത്രിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അബുദാബി മലയാളി സമാജത്തിലെത്തിയ മാധ്യമപ്രവർത്തകരെ സ്വീകരിച്ചത് ഒഴിഞ്ഞ കസേരകളടങ്ങുന്ന വേദിയായിരുന്നു. എയർ ഇന്ത്യ വിഷയത്തിനെതിരെ സോഷ്യൽ മീഡിയകളിൽ അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയാകാം ഇതെന്ന് കരുതി ഞങ്ങൾക്ക് തെറ്റി. ഒട്ടും താമസിക്കാതെ മന്ത്രി എത്തി. എയർ ഇന്ത്യ പ്രവാസികളോട് ചെയ്തതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ കോട്ടുധാരികളും അല്ലാത്തവരുമായ പൊതുപ്രവർത്തകരും സംഘടനാ നേതാക്കളും മന്ത്രിയെ സ്വീകരിച്ചാനയിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറായ മന്ത്രിയോട് ഞങ്ങൾ ചോദിച്ച പല ചോദ്യത്തിനും ഉത്തരം ഇതായിരുന്നു. ഞാനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ഞാനതൊന്നും കമന്റ് ചെയ്യാറില്ല. ഇതിന്റെ കുഴപ്പം എനിക്കറിയില്ലായിരുന്നു. മാറ്റിയില്ലെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാർഗോ കുഴപ്പം എനിക്കറിയില്ലായിരുന്നു. എയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ടെന്നും ഒരാൾ മാത്രം വിചാരിച്ചാൽ നന്നാവുന്നതല്ല ഇതെന്നും മന്ത്രി തുറന്നു സമ്മതിച്ചു. എയർ ഇന്ത്യക്ക് പ്രശ്നങ്ങളുണ്ട്, അത് നന്നാക്കി എടുക്കണം എന്നുള്ളതാണ്. അതിന് മന്ത്രിയോട് ഞാൻ അജിത് സിംഗിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം, അത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പ്രശ്നത്തിൽ തനിക്കെതിരായി സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദം സൃഷ്ടിച്ചില്ല, കുറച്ചുപേർ എന്നെ കുറിച്ച് ഒരു അനാവശ്യങ്ങൾ എഴുതി. അതുപോലെ നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാം എത്ര കേൾക്കുന്നില്ല, അത് വലിയ പ്രശ്നമൊന്നും എനിക്കില്ല. അപ്പൊ എന്റെ കാര്യം പറഞ്ഞു എന്തോ ഇതിലൊക്കെ ഇങ്ങനെ എഴുതുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്ന വെച്ച് ബാക്കിയെല്ലാം ഉണ്ട്. എനിക്ക് പരാതിയൊന്നുമില്ല, നല്ല കാര്യമല്ലേ. തനിക്കറിയാത്ത ഒരു വിഷയവും പ്രവാസികൾക്കില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന പ്രവാസകാര്യമന്ത്രി പലതും അറിയുന്നില്ല എന്ന വെളിപ്പെടുത്തൽ തലസ്ഥാന നഗരമായ അബുദാബിക്ക് കൗതുകം സൃഷ്ടിച്ചു. ഇത്ര രൂപയ്ക്ക് വരെയുള്ള സ്വർണം കൊണ്ട് അതിനുള്ള കടക്കാലത്തിന് വലിയ നിയമം വന്നു, ഒരു റൂൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റാന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ ഞാൻ ധരിച്ചിരുന്ന മാറ്റിയെന്ന ഇന്നിവിടെ വന്നപ്പോഴാണ് ഞാൻ മാറ്റിയിട്ടില്ലെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ഇവിടെ പറയുന്നതും ഡൽഹി എന്ന് പറഞ്ഞ രണ്ടല്ലേ? ഇത് ഓർഡർ ഉണ്ട്, ഇവിടുത്തെ ഗവൺമെന്റ്, ഡൽഹി ഗവൺമെന്റ് അല്ലേ ഓർഡർ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അവിടെ അറിയിക്കണമെങ്കിൽ അവിടെ വന്നല്ലേ പറയേണ്ടത് ഈ കാര്യങ്ങൾ. ഈ കാർഗോ ഡ്രോപ്പ് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേനെ അതിന്റെ ടാക്സിന്റെ എന്താ പ്രശ്നം തിരക്കിയാണ്. അതുകൊണ്ട് എനിക്ക് ടാക്സിന് പറയാൻ പറഞ്ഞോളൂ നിങ്ങളോട് എന്താണെന്നുള്ളത്. സന്ദർശനം അവസാനിക്കുമ്പോൾ നാം കാണുന്നത് ക്ഷിപ്രകോപിയായ വയലാർ രവിയെയും അതിന് സ്തുതി പാടുന്ന രവിഭക്തന്മാരെയുമാണ്. അപ്പോഴും പ്രവാസികളുടെ നീറുന്ന വിഷയം കനൽ പോലെ എരിയുന്നു. UAE യുടെ തലസ്ഥാനമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ മനു കലറോടൊപ്പം സിബി കടവിൽ, ജീവൻ ന്യൂസ്.